മിറാക്കിൾ ഇലാച്ചി. ഇതിന്റെ സവിശേഷത ഇതിന്റെ ചെരം തന്നെ ഇത്രയും ഹൈറ്റിൽ വന്നതിന് ശേഷം വീണ്ടും ഇടുമ്പോൾ ഇതിലിങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവും. അത് ഇത് കണ്ടോ, ഇതുപോലെ ബ്രാഞ്ചസ് ധാരാളമായിട്ട് ഉണ്ടാവും. അത് കായ്ച്ച ഇപ്പോൾ ഇന്ന് കായെടുത്ത ഇതാണ്, ചെടിയാണ്. ഇതുപോലെ ബ്രാഞ്ച് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കി ജില്ലയിലെ കല്ലാർ ഗ്രാമത്തിലാണ്. കല്ലാർ ഗ്രാമത്തിൻ്റെ പേര് തന്നെ വളരെ പെരുമയുള്ളതാക്കി മാറ്റിയത് ശ്രീ ജോയി പീറ്റർ പാനിക്കുളങ്ങരയാണ്. പാനിക്കുളങ്ങര എന്ന ഇനം ഏലം വികസിപ്പിച്ച ഒരാൾ. നമസ്കാരം. നമസ്കാരം. എത്ര വർഷം മുമ്പാണ് നമുക്ക് ദേശീയ അവാർഡ് കിട്ടിയത്? ദേശീയ അവാർഡ് കിട്ടിയത് 2009. അതിന്റെ പിന്നിൽ ഒരു പരിശ്രമം ചെറുതല്ല അല്ലേ? ചെറുതല്ല, വലിയ പരിശ്രമമാണ്. അത് 91 തുടങ്ങിയ ശ്രമത്തിനാണ് 2009 നാഷണൽ അവാർഡ് കിട്ടിയത്. 99 തുടങ്ങിയ പരിശ്രമം, 91 തുടങ്ങിയ പരിശ്രമം 2009 ദേശീയ അവാർഡിലേക്ക് എത്തി. ഇവിടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. മൂത്ത മകന്റെ വൈഫും 2 മക്കളും. അതൊന്ന് പറയാമോ? ഇത് ആണ് മിറാക്കിൾ ഇലാച്ചി എന്ന് പറയുന്നത്. ഇന്ന് കായെടുത്ത് പോയതാണ്. ഓ ശരി. ഇപ്പോ ഇതിന്റെ പുതിയ ഇതെല്ലാം കായെടുത്തപ്പോ തീർന്നു പോയതാണ്. ഇതിപ്പോ ഇന്നിപ്പോ ജനുവരി മാസം 16-ാം തീയതി ആയില്ലേ. അപ്പോ ഇനിയിപ്പോ ഒരു റൗണ്ട് കായം കൂടി ഇനി കിട്ടുള്ളൂ. ഇനി കായ മൂത്ത് വരുമ്പോഴാണ് ഇനി അത് കായ ആവുകയുള്ളൂ. ഇത് എത്ര തവണ ഇപ്പൊ എടുത്തു? ഇത് ഇപ്പോ 6 റൗണ്ട് കഴിഞ്ഞു. 6 റൗണ്ട് കഴിഞ്ഞു. ഇന്ന് കായ എടുത്ത് കഴിഞ്ഞു അല്ലേ? ഇന്ന് കായ എടുത്തതാണ്. അപ്പോ ഇതിന്റെ പേരാണ് മിറാക്കിൾ. ഇത് മിറാക്കിൾ ഇലാച്ചി. പാനിക്കുളങ്ങര മിറാക്കിൾ ഇലാച്ചി. അതെ. ചോദിച്ചേട്ടാ, ഇതെന്താ നമ്മൾ വള്ളിയൊക്കെ കെട്ടി തിരിച്ചു വെച്ചിരിക്കുന്നത്? വള്ളി കെട്ടി തിരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒത്തിരി പേര് സന്ദർശകർ വന്ന് കാണാൻ വരുമല്ലോ. അപ്പോ ഇതിലെ എല്ലാം കൂടി നടന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിക്കുന്ന അത്രയും ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ വള്ളി കെട്ടി, അല്ലെങ്കിൽ ഇതിലെ ചവിട്ടി എല്ലാം പോകും. അപ്പൊ ഇതൊരു ട്രയൽ പ്ലോട്ട് ആണല്ലേ? അതെ അതെ, പരീക്ഷണ കൃഷിയാണ്. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരം തന്നെ നമ്മൾ വള്ളിയിൽ ഇടേണ്ടതാണ്. ഓ ശരി. ഇതിങ്ങനെ ഒരു പരീക്ഷണത്തിന് വള്ളിയിൽ ഇടാണ്ട് ഇട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ വള്ളി കെട്ടിയിട്ട് ചുറ്റിനും കുത്തി എടുത്തിട്ട് വള്ളി കെട്ടി അതിലാണ് ചരം ഇടുന്നത്. ഓ ശരി ശരി ശരി. അപ്പൊ നിലത്ത് മുട്ടാതെ ഈ പാനിക്കുളങ്ങരയുടെ ഒരു കാ തരുന്നത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ, ഒരു തട്ട നട്ടാൽ എത്ര നാൾക്കുള്ളിൽ നമുക്കതിന്റെ കായ എടുക്കാൻ പറ്റും? 2 വർഷം. 2 വർഷമല്ല, 18-ാം മാസം. ഇതിപ്പോ എത്ര വർഷമായ ചെടിയാ? ഇത് എത്ര വർഷമായ ചെടിയാ? ഇത് 4 വർഷം. 4 വർഷമായ ചെടിയാ. 1 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് കായ ആകും. പക്ഷെ അത് നമ്മൾ വരുന്ന ജനങ്ങളെല്ലാം പറിച്ചു കളയും. 18 മാസം ആകുമ്പോൾ കായ എടുക്കാവുന്ന വിധത്തിൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം വരുന്ന ജനങ്ങൾ നമ്മൾ കളയാറില്ല. ഇപ്പോൾ പാനിക്കുളങ്ങര മിറാക്കിൾ ഇലാച്ചിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഇത് കൂടാതെ എത്ര ഇനമുണ്ട് പാനിക്കുളങ്ങര? പാനിക്കുളങ്ങര നമ്പർ 1, നമ്പർ 2. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ മിറാക്കിൾ ഇലാച്ചി വന്നിട്ടുണ്ട്. ഇനി വേറെ ഒരു റോയൽ ഇലാച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്, ഇരിപ്പുണ്ട്. അത് അടുത്ത വരുന്ന 2025-ലേക്കാണ് അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതിലാവുള്ളൂ. ഇത് മിറാക്കിള് തന്നെ, മിറാക്കിളിന്റെ ഒരു വെറൈറ്റിയാണ് ഇതും. ഇത് പിന്നെ എല്ലാം കായെടുത്തുനിന്ന് പോയതാണ്. ഇത് പുതിയ അടുത്ത വർഷത്തേക്കുള്ള ജനങ്ങളാണ് കയറി വരുന്നത്. എന്നിൽ കൂടുതൽ വലിപ്പം തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ചോദിച്ചതിനേക്കാളും ഉയരത്തില് അല്ലേ ഇതിന്റെ ചരത്തിൽ. പിന്നെ ഇനി വരുമ്പോ ഇതിന്റെ ചരത്തിൽ നിന്ന് വീണ്ടും ചരങ്ങളുണ്ടാകും. ഏതായാലും പാനിക്കുളങ്ങര മിറാക്കിൾ ഇലാച്ചിയുടെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. തീർച്ചയായിട്ടും കാർഷിക രംഗത്ത് ഒരു വാഗ്ദാനമാണിത്. മാത്രമല്ല തണ്ടുതുരപ്പൻ പോലെയുള്ള രോഗബാധകൾ വളരെ കുറവാണല്ലേ? അതെ അതെ. കാരണം നല്ല പച്ച നിറത്തിലുള്ള തണ്ടാണ്. ഇതിന് മരുന്നൊക്കെ തളിക്കേണ്ടത് എത്ര നാൾ കൂടുമ്പോഴാണ്? മരുന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് മരുന്ന് തളിക്കേണ്ടത് ഇത്ര ദിവസം കൂട്ടി എന്ന് പറയുന്നതിനോട് വലിയ യോജിപ്പില്ല. കീടങ്ങൾ ചെടിയെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അത് ക്ലൈമറ്റിനെ ആസ്പദമായിട്ടാണ് സാധാരണ കീടങ്ങളും രോഗങ്ങളും വരുന്നത്. മനുഷ്യന് രോഗം വരുന്നത് പോലെ തന്നെ മരമായ രോഗങ്ങളല്ലാത്ത രോഗങ്ങൾ, സാധാരണയുള്ള രോഗങ്ങൾ വരുന്നത് ഈ ക്ലൈമറ്റിന്റെ ആ ചേഞ്ച് വരുന്ന സമയങ്ങളിലാണ്. അപ്പോൾ നമുക്ക് മനുഷ്യൻ ശ്രദ്ധിച്ചാലും അതുപോലെ തന്നെ ആ രോഗങ്ങളിൽ നിന്ന് നമുക്ക് അത് നീക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ചെടിയെ സംബന്ധിച്ച്. ഇപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ ചെടിക്കൊക്കെ എത്ര നാൾ കൂടുമ്പോഴാണ് മരുന്ന് തളിക്കാറ്? 10-40 ദിവസമൊക്കെ കൂടുമ്പോഴാണ്.
പിന്നെ ചില സമയങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ രോഗം വരുന്നത്. അതെ. ആ രോഗം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അടുത്ത 2 റൗണ്ട് 30 ദിവസത്തിനിടയ്ക്ക് കൊടുക്കേണ്ടി വരും. അതായത് ട്രിപ്സ് നമുക്ക് അറ്റാക്ക് വരുന്നത് ഡിസംബർ ചില അടിച്ചു വരുന്ന സമയത്ത്. അതെ. അത് ആ ചില അടിച്ച് ഇത്ര നീണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കൂടുതൽ ട്രിപ്സിന്റെ അറ്റാക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഡിസംബറിൽ ട്രിപ്സിനുള്ള മരുന്ന് കൊടുത്താൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കേണ്ടി വരും.